ഉൾപ്പെടെയുള്ള പ്രതികളുടെ ശിക്ഷ എന്താണെന്നറിയാം. ഇപ്പോൾ അഭിഭാഷകൻ ടി.ബി. മിനി, അത് ഞാൻ നിങ്ങളോട് പറയണല്ലോ. അത് നാളെ അവർ തുടരുമായിരിക്കും. തളർന്നു പോകരുത് നിങ്ങളെല്ലാവരും പറയുമ്പോഴും വ്യക്തിപരമായിട്ടുള്ള ആക്രമണം പറയണം. നുണ. എന്താ UN-യുടെ സമര കാലഘട്ടത്തിൽ, എന്താണ് നഴ്സുമാരുടെ സമര കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി 4 വർഷം രാപ്പകല്ലാതെ പണിയെടുത്ത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പണിയെടുത്ത ഒരാളാണ് ഞാൻ. ഇന്ന് നഴ്സുമാർക്ക് എന്തെങ്കിലും അവകാശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ യുദ്ധം കൊണ്ട് കിട്ടിയതാണ്. നിങ്ങൾക്കറിയില്ല, അമൃതയിൽ നഴ്സുമാരെ തല്ലി ഇതാക്കിയ കാര്യങ്ങൾ. ആ തല്ലിയ രാത്രി പോലും അവിടെ നിന്ന് ഞാൻ മാത്രമല്ല, സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, CITU, INTUC അങ്ങനെ അടക്കമുള്ള സംഘടനകൾ പോലും അവിടെ നിന്ന് നേടിയെടുത്ത അവകാശങ്ങളാണ് അതെല്ലാം. എന്നിട്ട് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതല്ല, പച്ചക്കള്ളമാണ്. പക്ഷേ ഒരു കാര്യം അപ്പം മനസ്സിലാക്കണം, ഈ ആളുകളെല്ലാം ഈ അതിജീവിതക്കെതിരായി ദിലീപിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. എന്നെ ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് പുറത്തു വന്ന് എന്നെ പോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഫൈറ്റ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നെ ഇല്ലാണ്ടാക്കുകയാണ്. നാളെ ഞാൻ ഉണ്ടാവുമോ എന്ന് നിങ്ങൾ നോക്കിന്നോ. ഉണ്ടാവണമല്ലോ. ഹാഷ് വാല്യൂവിൻ്റെ കാര്യം ഉണ്ടാവണം. ആ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി എൻ്റെ കോടതിയുടെ നിലപാട് പറയും. അത്തരം കാര്യങ്ങളെല്ലാം പറയും. അതുകൊണ്ട് ഞാൻ ഇന്ന് അത്രയും സീരിയസ് ആയിട്ട് കാണുന്നു. പച്ചക്കള്ളമാണ്. ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ പറയും. ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇന്ന് 12-ാം തീയതിയോട് കൂടി എൻ്റെ അതിജീവിതയുടെ വക്കാലത്ത് അവസാനിക്കണം. നാളെ മുതൽ ഞാൻ ഫ്രീ ആണ്. നാളെ മുതൽ ഞാൻ അഡ്വക്കേറ്റ് ടി.ബി. മിനിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് വരെ നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ എനിക്കുണ്ട് പറയുന്നത്. എടോ, അതിജീവിതയ്ക്ക് അപ്പീൽ പോകണമെങ്കിൽ, അതിജീവിതയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവരണമെങ്കിൽ എത്ര പൈസ ചിലവാക്കണടോ? ഇവർക്കുണ്ടാവുന്ന പൈസ, ഇവരിപ്പോൾ പുതിയ സിനിമകൾ ചെയ്യുന്നു, സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം, സിനിമാ മേഖലയുടെ സംവിധായകരെല്ലാം, സിനിമാ മേഖല കൊട്ടക മുതലാളിമാരെല്ലാം ദിലീപിൻ്റെ പക്ഷം ചേരുമ്പോൾ ആരുണ്ടാവും ഇതൊക്കെ ഫേസ് ചെയ്ത് നടക്കാൻ? ഞാൻ ഈ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 2 വർഷക്കാലം ഞാൻ ഒറ്റയ്ക്കല്ലേ നടന്നത്. ജീവിതക്ക് ഭാവിയെ കുറിച്ച് അതെന്താ? പിന്നെ അവരുടെ സുരക്ഷ മാത്രമോ? നിങ്ങളിപ്പോൾ റിപ്പോർട്ടറല്ലേ? റിപ്പോർട്ടറല്ലേ ഇപ്പം ഇപ്പോഴും? റിപ്പോർട്ടറിൽ നിന്റെ സുരക്ഷയെ കുറിച്ച് നീ ഓർത്തോ? നിന്റെ സുരക്ഷ, എൻ്റെ സുരക്ഷ. അതിജീവിതയ്ക്ക് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. അവർക്ക് അങ്ങനെ ഇരിക്കാം, നമ്മളാരും ശ്രദ്ധിക്കില്ല. പക്ഷെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ? തനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ? അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്ന മുഴുവൻ മീഡിയ പേഴ്സൺസ് നോക്കുക, എത്ര ക്രിമിനൽ സംഘങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പക്ഷെ അല്ല, എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാൻ തെളിവുകളുണ്ടെന്ന് ഞാൻ സഹിനോട് പറയല്ലേ. സഹിൻ, എനിക്ക് തെളിവുകളുണ്ട്. ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് 100%. എന്തായാലും അഭിഭാഷക എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തം ഇന്ന് 12-ാം തീയതി അവസാനിക്കുന്നുവെന്നാണ് അഡ്വക്കേറ്റ് ടി.ബി. മിനി പറയുന്നത്. വൈകാരികമായാണ് ടി.ബി. മിനി ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമവശങ്ങൾക്കപ്പുറത്ത്, പക്ഷേ നിയമപരമായ വശങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നിരിക്കണം നടത്തിയത്. പ്രിയ പ്രേക്ഷകരെ, ഈ ന്യൂസ് ട്രെൻഡ്സ് ആരംഭിച്ച ഘട്ടത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യവും അത് തന്നെയാണ്. പൾസർ സുനിയെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി അഭിഭാഷകരെ വെച്ചുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയധികം ആഡംബര വാഹനങ്ങളിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സഞ്ചരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പോഴും കിയ കാർണിവൽ പോലെയുള്ള ഒരു ആഡംബര വാഹനത്തിൽ പൾസർ സുനി കഴിഞ്ഞ തവണ 8-ാം തീയതി വിധി കേൾക്കാൻ കോടതിയിലേക്ക് എത്തുന്നത്? അപ്പോൾ ഇത്തരം ക്രിമിനലുകൾക്ക് പിന്നിൽ കൃത്യമായ സാമ്പത്തിക പിന്തുണ നൽകുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. അവിടെയാണ് അതിജീവിതയ്ക്ക് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന ചോദ്യം. ഇത്രയധികം പണം മുടക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ നല്ല അഭിഭാഷകരെ വെക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യം, ഈ നിയമ പോരാട്ടം എവിടെ വരെ തുടരാൻ സാധിക്കുമെന്ന പ്രസക്തമാകുന്ന ചോദ്യം അഡ്വക്കേറ്റ് ടി.ബി. മിനി ഉന്നയിക്കുന്നത്. ആ ചോദ്യം നമ്മുടെ ഭരണകൂടങ്ങളും നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും തന്നെയാണ് കേൾക്കേണ്ടത് എന്നതാണ് ആവർത്തിച്ച് പറയേണ്ടത്. എന്തു തന്നെയായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവത്തിന് വേണ്ടി കേരളം കാതോർക്കുകയാണ്. കേരളത്തെ ഞെട്ടിച്ച ആ
അരും കുറ്റകൃത്യത്തിലെ നീചന്മാരായ പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത്? 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ എന്ത് ശിക്ഷയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ഏറ്റവും ഉയർന്ന ശിക്ഷാ വകുപ്പുകളടക്കം ചുമത്തപ്പെട്ട പശ്ചാത്തലത്തിൽ ആ പ്രതികൾക്ക് അത്രയും ഉയർന്ന ശിക്ഷയാണോ ലഭിക്കാൻ പോകുന്നത്? അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ അല്പസമയം മുമ്പാണ് ഈ പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് എത്തിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയിലടക്കം കോടിക്കണക്കിന് രൂപ മുടക്കി അഭിഭാഷകരെ വെച്ചുകൊണ്ടാണ് ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയത്. ഏറ്റവും ഒടുവിൽ ജാമ്യത്തിലിറങ്ങിയത് പൾസർ സുനിയാണ്. 7 വർഷത്തെ തടവിനിടെ പൾസർ സുനി പലപ്പോഴായി കോടതികളെ സമീപിച്ചിരുന്നു. അതെങ്ങനെയാണ് പൾസർ സുനിക്ക് സമീപിക്കാൻ സാധിച്ചത്? ഒരു തരത്തിലുമുള്ള നിയമസഹായങ്ങളും സ്വീകരിക്കാതെ വ്യക്തിപരമായി തന്നെ അഭിഭാഷകരെ വെച്ചുകൊണ്ടാണ് പൾസർ സുനി ഈ കേസിനെ നേരിട്ടത്. ജാമ്യത്തിനായി ആവശ്യമുന്നയിച്ചത്, സുപ്രീം കോടതിയിലടക്കം വാദങ്ങൾ ഉന്നയിച്ചത്. അങ്ങനെയുള്ള പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ ജാമ്യത്തിലിറങ്ങിയിരുന്നു. മുഴുവൻ പ്രതികളും ജാമ്യത്തിലിറങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം 8-ാം തീയതി പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയപ്പോഴാണ് ആ ജാമ്യം റദ്ദാക്കപ്പെട്ടത്. അങ്ങനെയാണ് ആ പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചത്. ആ പ്രതികളെയാണ് ഇന്ന് രാവിലെ പോലീസ് വാഹനത്തിൽ കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതാ കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ടോം ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോം, ഒന്നുകിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിധി പ്രസ്താവം നമുക്ക് പ്രതീക്ഷിക്കാം, അതല്ല എങ്കിൽ അന്തിമവാദം നീണ്ടുപോകുന്നു എന്ന് വേണം അനുമാനിക്കാൻ. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അഭിലാഷ്, അതിജീവിതയുടെ അഭിഭാഷക അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ പ്രതികളും അതോടൊപ്പം അഭിഭാഷകരും ഒക്കെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. 11 മണി സമയം, 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ നിയമകാര്യ ലേഖകൻ CM പ്രകാശ് കോടതിക്കുള്ളിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളായിരിക്കും സ്വാഭാവികമായും ഉണ്ടാകുക. കാരണം ഇന്ന് ശിക്ഷാവിധിയാണ്. പ്രതികൾക്ക് എന്ത് ശിക്ഷ? പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം, പ്രദീപ്, ഈ 6 പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാൻ അല്പസമയത്തെ കാത്തിരിപ്പ് മാത്രമായിരിക്കും ഉണ്ടാകുക. കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കാൻ പ്രതിഭാഗത്തിന് കഴിയും. കാരണം പരമാവധി ശിക്ഷ വേണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള 12 കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ കണ്ടെത്താൻ തെളിഞ്ഞിരിക്കുന്നത്. 12-ൽ ഗുരുതര സ്വഭാവമുള്ളത് കൂട്ടബലാത്സംഗമാണ്. ജീവപര്യന്തം അതല്ലെങ്കിൽ 20 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. മറ്റ് സ്ത്രീത്വത്തെ അപമാനിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള മറ്റു കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ വേണമെന്നൊരു ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ പൾസർ സുനി എന്ന കൊടും കുറ്റവാളി, ഇയാൾ സമാനമായ രീതിയിൽ നിരവധി പെൺകുട്ടികളെ ഇതുപോലെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്.